എൻ്റെ പേര് മേരി ജോസഫ് എന്നാണ്. എൻ്റെ വീട് കൊച്ചിയിൽ തോപ്പുംപടിക്ക് അടുത്തുള്ള സൗദി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ 1986 കന്യാസ്ത്രീ ആവാനായിട്ട് ഞാൻ കടന്നുപോയത്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുഞ്ഞിലെ വളർന്നു വന്നപ്പോഴേ എനിക്കുണ്ടായ ഒരു ആഗ്രഹമായിരുന്നു ഒരു കന്യാസ്ത്രീയായിട്ട് യേശുവിനെ സേവിക്കണമെന്ന്. അതും കന്യാസ്ത്രീ ആയാലേ ഒരു വിശുദ്ധിയായി ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഉള്ളൊരു ചിന്തയോടുകൂടിയാണ് ഞാൻ എൻ്റെ ആഗ്രഹത്തെ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ സഹോദരങ്ങളെയൊക്കെയും അറിയിച്ച് അങ്ങനെ അവർ എനിക്ക് സമ്മതം നൽകി. ഞാൻ അങ്ങനെ കോൺവെന്റിലേക്ക് SSLC പൂർത്തിയാക്കിയ ശേഷം കോൺവെന്റിലേക്ക് കടന്നുപോയി. 89 ഞാൻ സഭാവസ്ത്രം സ്വീകരിച്ചു. ക്രിസ്പിനച്ഛനൊക്കെ എൻ്റെ കോൺവെന്റിൽ വന്നിട്ട് ധ്യാനിപ്പിക്കുകയും ഒത്തിരി പാട്ടുകളൊക്കെയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അച്ഛനെ ഇങ്ങനെയല്ല കാണുന്നത്, ഒത്തിരി മുടിയൊക്കെ വളർത്തിക്കൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ഒത്തിരി അച്ഛനെ ഇങ്ങനെ മുടി വളർത്തുന്നതിന് ഓർത്തുകൊണ്ട് കണ്ടിട്ട് ഞങ്ങൾ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഞങ്ങളെ കോൺവെന്റുമായിട്ട് ഒത്തിരി ബന്ധം അച്ഛനുണ്ടായിട്ടുണ്ട്. അതിനിടയ്ക്ക് തന്നെ അച്ഛന് ഇങ്ങനെ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഒത്തിരി വിഷമമായിരുന്നു എനിക്ക്. കാരണം ഇങ്ങനെ ഒരു പുരോഹിതൻ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ആർക്കും ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ എൻ്റെ OCD ഫാദറാണ്, സാമുവൽ മൊറേസച്ചൻ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അച്ഛനാണ്. ആ അച്ഛനും ഇതേപോലെ തന്നെ പെന്തക്കോസ്ത് വിശ്വാസത്തിലൊക്കെ പോകുന്നെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ കോൺവെന്റിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെ കോൺവെന്റ് ഈ പൗരോഹിത്യം വിട്ടിട്ട് ഇങ്ങനെ പെന്തക്കോസ്ത് വിശ്വാസത്തിലൊക്കെ പോകുന്നതെന്ന്. പക്ഷെ അപ്പോഴേക്കും എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ 87 എൻ്റെ ഒരു സഹോദരൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങുന്നത്. ആ സഹോദരൻ വഴിയാണ് ഞങ്ങളെല്ലാവരും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുൻപായിട്ട് ഈ സഹോദരൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ 2 ബ്രദേഴ്സ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് എൻ്റെ ഒരു സഹോദരൻ മരിക്കാനിടയായി. അങ്ങനെ ഒത്തിരിയേറെ എൻ്റെ കുടുംബത്തെ തകർത്ത ഒരു സംഭവമായിരുന്നു അത്. അപ്പോഴേക്കും ഒത്തിരി ഏറെ ഞങ്ങൾ വേദനിച്ചിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കള്, സഹോദരന്മാര്. ഞങ്ങളെ കുടുംബത്തില് 7 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമായിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ ഞങ്ങളെ എൻ്റെ എൽഡർ ബ്രദറായിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ ഞങ്ങളെ മാതാപിതാക്കളെക്കാളും കൂടുതലായി സ്നേഹിച്ച ആ സഹോദരനാണ്. അതുകൊണ്ട് ഒത്തിരിയേറെ വിഷമമായിരുന്നു. ആത്മഹത്യ വരെ ചെയ്യാൻ തയ്യാറായ എൻ്റെ സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ഞങ്ങളിൽ നിന്ന് യാത്രയായെങ്കിലും ഒത്തിരിയേറെ വിഷമമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ വചനമൊക്കെ കേൾക്കാനായിട്ട് ഇടയായത്. അപ്പോഴേക്കും വചനം എന്നോട് എൻ്റെ സഹോദരങ്ങൾ പറയുമ്പോഴേക്കും ഞാൻ ഒത്തിരിയേറെ അതിനെയൊക്കെ എതിർത്തിട്ടുണ്ട്. ചെവിയൊക്കെ പൊത്തിപ്പിടിച്ചാൽ ഞാൻ പോകാറില്ല. ഞാൻ ലീവിന് വീട്ടിൽ വരുമ്പോഴേക്കും എനിക്ക് ഇഷ്ടമില്ല വീട്ടിൽ ലീവിന് വരാൻ. കാരണം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് വചനം പറയാനേ അവർക്ക് നേരമുള്ളൂ. അപ്പം എന്റെ സഹോദരങ്ങൾ പറയും, നീ ഈ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയല്ല, സത്യം എന്താണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. കോൺവെന്റിലാണെങ്കിലും നിനക്ക് ആ സത്യം അനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, ബൈബിള് വായിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്ന് പറയും. അപ്പൊ ഞാൻ പറയാം ശരിയെന്നും പറഞ്ഞ് ഞാൻ ലീവിന് വീട്ടിൽ നിന്ന് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ കർമാനുഷ്ഠാനങ്ങളൊക്കെ കൊന്തയും ജപമാലയും, എന്റെ കയ്യിൽ നിന്ന് ജപമാല മാറില്ലായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ എന്നോട് വചനം പറയുമ്പോഴേക്കും പറയും, എന്റെ അമ്മയെ വിട്ടുള്ള ജോലിയൊന്നും ഞാൻ ചെയ്യില്ല, അമ്മയെ വിടാനായിട്ട് നിങ്ങൾ പറഞ്ഞാലും ഞാൻ വിടില്ല എന്നൊക്കെ പറയുമായിരുന്നു. അത് എന്റെ ഒരു ഞാൻ മരിക്കുന്നതിന് തുല്യമാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാല്. അപ്പോഴേക്കും ഞാൻ ഇതിനെയൊക്കെ എതിർത്തെങ്കിലും പിന്നീട് ഒത്തിരിയേറെ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും
എന്നോട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സിസ്റ്റർ ഷീലയുടെ സാക്ഷ്യമൊക്കെ എനിക്ക് എന്റെ ചേച്ചിമാരൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊന്നും വായിച്ചിട്ടേ ഇല്ല. ട്രാക്റ്റുകളൊക്കെ ഒത്തിരിയേറെ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു ട്രാക്റ്റ് ഞാൻ വായിച്ചിട്ടും ഇല്ല. ഈ സുവിശേഷം ആരെങ്കിലും എന്റെ സഹോദരങ്ങൾ പറയുമ്പോൾ ആ കേൾക്കുന്നതല്ലാതെ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് കേൾക്കുന്നത്, എന്നാലും ആ ചെവി കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം എന്നെ ഇടപെട്ട് ദൈവം ഇവിടെ ഈ സത്യവിശ്വാസത്തിലേക്ക്, അതായത് ദൈവത്തിന്റെ ആ സ്നേഹം അനുഭവിക്കാനായിട്ട് എന്നെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഞാൻ 1997 എന്റെ ഫൈനൽ പ്രൊഫഷൻ. അങ്ങനെ ആ പ്രൊഫഷൻ കഴിഞ്ഞതിന്റെ ആ വർഷം തന്നെ എന്നെ അവിടുത്തെ കോൺവെന്റിലെ സുപ്പീരിയറായിട്ട് നിയമിച്ചു. കാരണം എന്റെ മദറിനും ക്രിസ്മിനറ്റനെയൊക്കെ അറിയാം, എന്റെ മദറിനെയൊക്കെ അറിയാം, സിസ്റ്റേഴ്സിനെയൊക്കെ അറിയാം. അപ്പോൾ അവരുടെ ആ പ്രവൃത്തികളൊക്കെ എന്തൊക്കെയാണെന്ന് അച്ഛനൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എന്റെ വീട്ടിലുള്ള എല്ലാവരും വിശ്വാസത്തിലാണെന്ന് മനസ്സിലായപ്പം ഞാൻ പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെന്നെ ഒരു സുപ്പീരിയറായിട്ട്, അത്ര കഴിവൊന്നുമില്ല എനിക്ക്, എങ്കിലും അവിടുത്തെ മദറിന്റെ കീഴിലായിട്ട് ഒരു സുപ്പീരിയറായിട്ട് എന്നെ നിയമിച്ചു. ആ സമയത്തൊക്കെയും എന്നോടിങ്ങനെ പറയുമായിരുന്നു, വചനങ്ങൾ ഒത്തിരി പറയും. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ശരിയാണ്, ഇവർ പറയുന്ന വചനങ്ങളൊക്കെ സത്യമാണ്. ബൈബിള് ഞാൻ വായിച്ചു നോക്കുമായിരുന്നു. നോക്കിയിട്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ശരിയാണല്ലോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, വഴിയും സത്യം ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആ വചനം ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുണ്ട്. കാരണം ഈ യേശു പറയുന്ന ആ വഴിയിലൂടെ നാം ജീവിച്ചില്ലെങ്കിൽ ഒരിക്കലും ആ നിത്യജീവൻ കിട്ടില്ല എന്ന്, പിതാവിന്റെ സന്നിധിയിൽ എത്താൻ സാധിക്കില്ല എന്ന് എനിക്ക് തന്നെ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഏതാണ് സത്യം? ഇപ്പൊ ഞാൻ എന്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോടൊക്കെ പറയും, നിങ്ങൾ പറയുന്നതൊന്നും സത്യമല്ല. കാരണം കത്തോലിക്ക വിശ്വാസത്തിൽ ആകെ ഒരു സഭ, സത്യസഭയുള്ളത് കത്തോലിക്ക സഭ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതെന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ എന്നാല് ഈ കോൺവെന്റിൽ ചെന്ന് ബൈബിളൊക്കെ വായിക്കുമ്പോഴേക്കും ഇത് രണ്ടും കൂടി തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴേക്കും ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം കർത്താവാണ് നമുക്ക് ക്രൂശിതനായ യേശുവാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നിത്യജീവൻ പ്രാപിച്ച് രക്ഷ വാഗ്ദാനം ചെയ്തു തന്നിട്ടുള്ളത്. പക്ഷേ ഞാനടക്കം എല്ലാവരും മറിയത്തിന്റെ പുറകെയും വിശുദ്ധന്മാരുടെ പുറകെയും അവരുടെ തിരുനാളുകളൊക്കെ ആചരിക്കുവാനും അവരുടെ രൂപങ്ങളൊക്കെ അലങ്കരിക്കുവാനും ഒത്തിരി ഏറെ നമ്മൾ ബന്ധപ്പെടാറുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ 2001, 2003 ആയപ്പോഴേക്കും ഒത്തിരി വിഷമമായിരുന്നു. എന്റെ മനസ്സിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടിരുന്നു. അപ്പോഴും എന്റെ അടുത്ത് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് എന്താണ് പ്രതിഫലം കിട്ടുക എന്ന്. ആ വചനം എന്റെ ഹൃദയത്തിൽ ഒത്തിരിയേറെ എന്നെ കരയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ വരുമ്പോഴും, ശരിക്കും വീട്ടിൽ ഞാൻ നിൽക്കാറില്ല. വീട്ടിൽ വന്നാൽ ഈ വചനങ്ങളല്ലേ, എനിക്ക് ഇവിടെ സഭ വിട്ട് പോന്നു കഴിഞ്ഞാല് ആ ഒരു വിഷമങ്ങള് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണമല്ല എന്നുള്ളൊരു ആ ഒരു ചിന്തയൊക്കെയാണ് എന്നെ അലട്ടാറുള്ളത്. അങ്ങനെ അവസാനം 2005 ആയപ്പോഴേക്കും എനിക്ക് തന്നെ ഒരു തോന്നലായി, ശരിക്കും ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ യേശു വാങ്ങിത്തന്ന ആ രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. നിത്യജീവൻ ഒരിക്കലും ഞാൻ കോൺവെന്റിലായിരിക്കുന്ന സമയത്തൊക്കെയും എനിക്ക് നേടുവാൻ കഴിയുകയില്ല എന്ന് എനിക്കൊരു പൂർണ്ണ ബോധ്യം വന്നു. അങ്ങനെ മത്തായി എഴുതിയ സുവിശേഷത്തില് 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിക്ക് തുല്യം. അത് ഒരുവൻ കണ്ട് സന്തോഷിച്ചിട്ട് അത് മറച്ചു വെച്ചിട്ട് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് വിറ്റിട്ട് അത് വാങ്ങാൻ നോക്കുന്നെന്ന്. അപ്പം ആ വചനം എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു. അങ്ങനെ ഞാൻ അത് വായിച്ച് വന്നപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത്, യേശുവാണ് ആ വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി. ആ യേശു നമുക്ക് നേടിത്തന്ന രക്ഷയാണ് ആ നിധിയെന്ന്. അപ്പം ആ നിധി വാങ്ങുവാനായിട്ട് ആ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം സന്തോഷത്തോടെ വിറ്റുകൊണ്ടാണ് ചെയ്തത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുകയെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പോഴ് എന്റെ മനസ്സിൽ വന്നത്, നീ എല്ലാം ഉപേക്ഷിച്ച്, നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ എന്റെ പുറകെ വാ എന്ന് എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം. അങ്ങനെ ഞാൻ എന്റെ ഈ
നാളുകളിലൊക്കെയും ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ മാതാപിതാക്കളാണെങ്കിൽ എപ്പോഴും പറയും, നീ ഇത്ര നാളും വചനം കേട്ടിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. അവസാനം എന്നെ ഫോൺ വരെ വിളിക്കാറായി. എനിക്ക് എന്റെ വീട്ടിലെ നമ്പർ പോലും ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഞാനും വിളിക്കാറില്ല, അവരെന്നെയും വിളിക്കാറില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു അവരുമായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത ഒരവസ്ഥയൊക്കെ. അവസാനം ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പം ഞാൻ അത് തന്നെ തീരുമാനിച്ചു. ദൈവം യേശു എനിക്ക് നേടിത്തന്ന ആ രക്ഷ നേടണമെങ്കിൽ എന്റെ ഈ സമ്പത്തായിരിക്കുന്ന ഈ സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ എല്ലാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഈ രക്ഷ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അതിനുശേഷം ഞാൻ 2005 വീട്ടിൽ ലീവിന് വരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ലീവിന് വന്നു. തിരിച്ചു പോകാനായിട്ട് ഞാൻ ഒരുങ്ങിയില്ല. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു. അവിടെ മദറിനാണ് വിളിച്ചപ്പം ഏത് സിസ്റ്ററാണ് എടുത്തത്. അങ്ങനെ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഞാനിങ്ങനെ തിരിച്ചു വരുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് ഈ ദൈവവചന അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് എനിക്ക് സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ താഴെ വെച്ചു. അങ്ങനെ അതിനുശേഷം എന്നെ സിസ്റ്റേഴ്സ് വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം എന്നെ കണ്ട് സംസാരിച്ചു. പക്ഷെ ഞാൻ ഈ വാക്കുകളൊക്കെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ അവര് തിരിച്ചുപോയി. പിന്നീട് അവര് ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ഞാൻ പിന്നെ വിളിക്കാറില്ല. അങ്ങനെ 2005 ജൂൺ 19 തീയതി ഞാൻ വിശ്വാസ സ്നാനം ഏൽക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ യേശുവിനോട് സ്നാനമേറ്റുകൊണ്ട് യേശുവിനോട് ഞാൻ ചേർന്നു. ഇത്രയും നാള് എന്റെ നഷ്ടം, ഈ 16 വർഷമാണ് ഞാൻ അവിടെ സേവനമനുഷ്ഠിച്ചത്. ഇത്രയും നാള് ഞാൻ ആ യേശുവിനെ അറിയാതെ പോയത്, ദൈവത്തിന്റെ ആ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാതെ പോയത് ഓർത്തുകൊണ്ട് ഞാൻ ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കോൺവെന്റിലൊക്കെ ആയിരിക്കുമ്പോഴും ഈ സത്യം മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരിയേറെ രാത്രികളിലൊക്കെ ആണെങ്കിലും ഒത്തിരിയേറെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കരയുമായിരുന്നു. അപ്പൊ എന്റെ ചേച്ചിമാര് പറയും, നീ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുമെന്നൊക്കെ എന്നോട് പറയാം. അപ്പൊ എനിക്ക് എന്താന്ന് അറിയില്ല, ദൈവം സംസാരിക്കുമെന്ന് പറയുന്നതൊക്കെ എന്താണെന്ന് അറിയില്ല. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒത്തിരിയേറെ ഞാൻ കണ്ണീരൊഴുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എന്റെ മാനുഷികമായിട്ട് ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അതുപോലെ തന്നെ അതെല്ലാം ഏറ്റ് ഞാൻ യേശുവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കോൺവെന്റിലായിരുന്നപ്പോൾ എനിക്ക് ഒത്തിരിയേറെ, ഞാൻ കോൺവെന്റിൽ ചെന്ന അതിന് മുൻപായിട്ട്, കോൺവെന്റിൽ പോകുന്നതിന് മുൻപായിട്ട് തന്നെ എനിക്ക് ജലദോഷം ഒത്തിരിയേറെ ഭാരപ്പെടുത്തുന്ന ഒരു രോഗമായിരുന്നു എന്റെ. ആ രോഗം ഞാൻ വന്നതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം എന്നെ യേശു സൗഖ്യമാക്കി. ഇതുവരെ എനിക്ക് ഇങ്ങനെ ജലദോഷം വന്നിട്ട് കർച്ചീഫ് എടുക്കാനായിട്ട് ഇടവന്നിട്ടില്ല. അതേപോലെ തന്നെ ബാക്കിലൊരു പെയിൻ ഉണ്ടായിരുന്നു, അതും കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഇത്രത്തോളം എന്നെ രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ച് ആ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എന്നെപ്പോലെ ഒത്തിരിയേറെ അന്ധകാരത്തിൽ കിടക്കുന്ന എന്റെ സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ഇടയ്ക്ക് വിളിച്ച് ഞാൻ സുവിശേഷമൊക്കെ പറയാറുണ്ട്. എന്നാലും അവര് ഒത്തിരിയേറെ നമ്മൾ 1-2 പ്രാവശ്യം വിളിക്കുമ്പോഴേ അവര് ഫോൺ തരുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പെന്തക്കോസ്തയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞപ്പോൾ മുതൽ അവരെന്നോട് പ്രതികരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും, എന്റെ സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അച്ഛന്മാർ, അതേപോലെ തന്നെ അച്ഛന്മാരൊക്കെ ഉണ്ട്, ഒത്തിരിയേറെ സത്യം അറിഞ്ഞവരൊക്കെ ഉണ്ട്. ഇത്രത്തോളം അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. നമുക്കെങ്കിലും ഇത്രയും പേർക്കും എങ്കിലും ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിച്ചില്ലെന്ന് ഓർത്തിട്ട് ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുകയാണ്. ഇനിയും ഒത്തിരിയേറെ സിസ്റ്റേഴ്സും ഒത്തിരിയേറെ അച്ഛന്മാരും ഒക്കെ കടന്നു വന്ന് ആ ദൈവിക സ്നേഹം അനുഭവിക്കാനും ഒത്തിരിയേറെ അവര് ആയിരിക്കുന്ന ആ ഇടവകയിൽ നിന്നൊക്കെയും ഒത്തിരിയേറെ മനുഷ്യരെ, ഒത്തിരിയേറെ സഹോദരന്മാരെയൊക്കെയും ഈ ദൈവത്തിന്റെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അവർക്കൊക്കെയും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.